മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കോതമംഗലം നഗരസഭയുടെ കെടുകാര്യസ്ഥതയും വീഴ്ചയും ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ മുനിസിപ്പൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധയോഗവും നടത്തി. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ.പി. ജയകുമാർ പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തങ്കളം ഷീ ലോഡ്ജിന് മുൻപിലായും മാലിന്യങ്ങൾ കൂടിക്കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഈ സാഹചര്യത്തിലാണ് നഗരസഭയുടെ കെടുകാര്യസ്ഥതയും വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നതിലെ വീഴ്ചയും ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ മുനിസിപ്പൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പ്രതിഷേധയോഗവും നടന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ.പി. ജയകുമാർ പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലത്തെ നഗരസഭാ ഭരണം UDFിൻ്റെ കൈകളിലെത്തിയിട്ട് ഏതാണ്ട് 4 മാസക്കാലം പിന്നിടുകയാണ്. ഈ 4 മാസക്കാലം കൊണ്ട് ഒരു ഭരണസമിതിക്ക് എങ്ങനെയൊക്കെ നാറാൻ കഴിയുമോ, എങ്ങനെയൊക്കെ മോശമാവാൻ കഴിയുമോ ആ നിലയിലേക്ക് ഈ ഭരണ സംവിധാനം, ഇതിൻ്റെ നേതൃത്വം മാറി എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ നാടിനകത്ത് മാലിന്യം നീക്കം ചെയ്യാൻ, മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്കകത്ത് ഏറ്റവും ക്രിയാത്മകമായ നിലപാട് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്വാഭാവികമായും പ്രാദേശിക തലങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ടത് പ്രാദേശിക ഭരണകൂടങ്ങളാണ്. ബ്ലോക്ക് പ്രസിഡന്റ് അരുൺ പി. ബോബൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ജിയോ പയസ്, കെ.എൻ. ശ്രീജിത്ത്, മുനിസിപ്പൽ കൌൺസിലർമാരായ CPS ബാലൻ, ആദർശ് കുര്യാക്കോസ്, മരിയ രാജു, സീതാ വിജയൻ, ഷിബി ബാബു, ഡിവൈഎഫ്ഐ നേതാക്കളായ എൽദോസ് പോൾ, അമൽ K.N., ചന്ദ്രപാൽ KJ, ജോബിൻ ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചെയർപേഴ്സണും മുനിസിപ്പൽ സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ അടിയന്തരമായി വേസ്റ്റ് നീക്കാമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.